ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു പുതിയ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ബ്രൗണി എന്ന് പറയുന്ന ഈ ക്യാറ്റിൻ്റെ ഷോർട്സൊക്കെ ധാരാളം ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ ബ്രൗണി ഞങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്ളോഗ്, ഒരു കുഞ്ഞു വ്ളോഗാണിത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ബ്രൗണിയെയും സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അത് നിങ്ങളുമായി കൂടി പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ യഥാർത്ഥത്തിലുള്ള ക്യാറ്റെന്ന് പറയുന്നത് സ്മോക്കി എന്ന് പറയുന്ന ക്യാറ്റാണ്. അപ്പോൾ ആ പേർഷ്യൻ ക്യാറ്റാണത്. അതിൻ്റെ വീഡിയോസ് ധാരാളം ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട്. 2 ദിവസത്തിൽ ഒരിക്കലൊക്കെ ഞാൻ സാധാരണഗതിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ സ്മോക്കിയുടെ വീഡിയോസ്. അതിന് ധാരാളം സ്വീകാര്യത കിട്ടാറുമുണ്ട്. അപ്പോൾ സ്മോക്കിയെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ബ്രൗണിയെയും എല്ലാ ഫ്രണ്ട്സും അക്സെപ്റ്റ് ചെയ്തു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഈ ബ്രൗണി നമ്മുടെ കയ്യിൽ വന്നതിന് പിന്നിലൊരു ചെറിയ സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഇൻസിഡൻറ്റ്. അതായത് എൻ്റെ മോളുടെ സ്കൂളിലെ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ് ഈ ബ്രൗണി. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഇതിനു മുന്നേ നമ്മൾ മറ്റേ സ്മോക്കിയെ നമ്മൾ കൊണ്ടുവന്നല്ലോ, ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ അത് ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങിയ പൂച്ചക്കുട്ടിയാണ്. വളരെ ചെറുതിലേ നമ്മൾ കൊണ്ടുവന്നതാണ് സ്മോക്കിയെ. അപ്പോൾ ഇനി ഞങ്ങളുടെ ക്യാറ്റ് ഒരു ഡെലിവറി ആകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊരു കുഞ്ഞ് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ഫാമിലി പറഞ്ഞു അവർക്ക് ഈ ക്യാറ്റിനെ വേണം ഒരു ക്യാറ്റ് കിട്ടുമെങ്കിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ ക്യാറ്റിനെ നമുക്ക് തന്നു. ഇത് പേർഷ്യൻ ക്യാറ്റിൻ്റെ തന്നെ മദറിൻ്റെ തന്നെ കുഞ്ഞാണ്. പക്ഷേ അത്രത്തോളം പേർഷ്യൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു നാടൻ പൂച്ചയും എന്നാൽ തീരെ നാടനും അല്ലാത്ത ഒരു കാറ്റഗറി പെട്ടതാണെന്ന് തോന്നുന്നു എനിക്കിത്. അപ്പോൾ എന്തായാലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഇതാണ്. ഒരു സമയം പോലും അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമല്ല ഇതിൻ്റെത്. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കൂ, ഇത്രയും ചെറുതാണ് ഈ ബ്രൗണി, കണ്ടില്ലേ? അപ്പോൾ ഈ ബ്രൗണിയെ അവർ കുറച്ച് ദിവസം നോക്കി ആഹാരമൊക്കെ കൊടുത്താൽ ഇത് ഭയങ്കര കരച്ചിലാണ്. നമ്മളെ വീട്ടിൽ നിന്നാൽ തന്നെ ഇതിൻ്റെ കരച്ചിൽ നമുക്കിവിടെ കേൾക്കായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഈ ക്യാറ്റിനെ യഥാർത്ഥത്തിൽ വേണ്ട. അപ്പോൾ പിള്ളേരുടെ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ് ഈ ക്യാറ്റിനെ അവരെടുത്തത്. പിന്നെ അവർക്ക് ആഹാരം കൊടുക്കും. പക്ഷേ ഒരു ക്യാറ്റായാലും ഒരു മനുഷ്യനായാലും പ്രത്യേകിച്ച് ഇവരൊക്കെ ഭയങ്കര ഡിപ്രഷനും സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അവരുമായി ഷെയർ ചെയ്താൽ മാത്രമാണ്. സ്മോക്കിയൊക്കെ സംബന്ധിച്ച് എൻ്റെ ക്യാറ്റുണ്ടല്ലോ, സ്മോക്കിയൊക്കെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് നല്ല സ്നേഹപരമായി നോക്കിയാലേ അവർക്ക് അതിൻ്റേതായ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവരുടെ ശരീരത്തിൽ വളരെ ആരോഗ്യപരമായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ച് അവർ നമ്മളെക്കാൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിപ്പോവും ഈ സ്മോക്കി പോലുള്ള ക്യാറ്റ്സ്. അപ്പോൾ ഇവർക്ക് ഫുഡിനോടൊപ്പം തന്നെ നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവരുടെ സംരക്ഷണം, ഇവരുടെ ഒരു കംഫർട്ട് സോൺ, അതുപോലെ തന്നെ ഇവർക്ക് കളങ്കമില്ലാത്ത സ്നേഹം. അത് നമ്മൾ പങ്കുവച്ചാൽ മാത്രമേ അവർ ഹാപ്പി ആയിട്ട് നമ്മളോടൊപ്പം കുറേ കാലം നമ്മളെ സന്തോഷിപ്പിക്കാനുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ആ ക്യാറ്റിന് വേണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുവന്ന ക്യാറ്റാണല്ലോ, നമ്മുടെ പ്രതീക്ഷയിൽ വന്ന ഒരു ക്യാറ്റ് അവസാനം എവിടെയെങ്കിലും റോഡിലോ എവിടെയെങ്കിലും അവർ കൊണ്ടുപോയി ഉപേക്ഷിച്ചാൽ ഇതിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ക്യാറ്റിനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. അല്ലെങ്കിൽ ഒരു ക്യാറ്റ് മതി നമുക്കെന്നുള്ള ഒരു ഇതായിരുന്നു. ഒരു ക്യാറ്റും ഒരു ഡോഗും, ക്യാൻഡിയും സ്മോക്കിയും മാത്രമായിരുന്നു നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ വീട്ടിലേക്ക് ഈ ബ്രൗണി എത്തിയത്. അപ്പോൾ അവളുടെ ഈ ഒരു കളറും കാര്യങ്ങളും ഒക്കെ കണ്ടാണ് ഞാൻ ബ്രൗണി എന്നുള്ള പേരുമൊക്കെ ഇവന് സെലക്ട് ചെയ്തത്. ബ്രൂണോ എന്നിടണമെന്നായിരുന്നു. ഓക്കെ, പിന്നെ സ്മോക്കിയാണല്ലോ, അപ്പോൾ ഇത് ബ്രൗണിയായി തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന അന്ന് മുതൽ വളരെ ഹാപ്പി ആയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതും അതിൻ്റെ അപ്പുറവും സ്നേഹത്തോടെ ഞങ്ങൾ സ്മോക്കിയെ പരിചരിക്കുന്നത് പോലെ തന്നെ ബ്രൗണിയെയും പരിചരിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രൗണി വളരെ ഹാപ്പിയാണ്, നല്ല ഹെൽത്തിയുമാണ്,
കണ്ടാൽ വലിയ ഒരു ഇതൊന്നും ആയിട്ടില്ല, സൈസ് വൈസ് ഒന്നും ആയിട്ടില്ലെങ്കിലും അവൻ നല്ല എനർജറ്റിക് ആണ്. അപ്പോൾ ഇനി നമ്മളോടൊപ്പം ബ്രൗണി ഉണ്ടാവും. ബ്രൗണിയുടെ വീഡിയോസ് നമ്മൾ അടിക്കടി ഇനി ഇടുന്നതായിരിക്കും ഷോർട്സിൽ കൂടെ. അപ്പോൾ സ്മോക്കി ഉണ്ട്, ബ്രൗണി ഉണ്ട്, ക്യാൻഡി ഉണ്ട്. അങ്ങനെ 3 പേരാണ് നമ്മുടെ വീട്ടിൽ അതിഥിയല്ല, നമ്മളോടൊപ്പമുള്ള ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, അതിഥി എന്ന് പറയാൻ പറ്റില്ല, ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ അവരെ സ്നേഹത്തോടെ നമ്മൾ മരിക്കുന്ന കാലം വരെ അവരെയും സപ്പോർട്ട് ചെയ്യണം എന്ന വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ബ്രൗണിയെയും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഞാൻ സമയത്ത് ഇടാത്തതിൻ്റെ പേരിൽ ലോങ് വീഡിയോസൊക്കെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന പോലെയാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്കും സപ്പോർട്ടും അതുപോലെ തന്നെ കമൻസും ഒക്കെ ഇട്ട് എൻ്റെ വീഡിയോസ് കാണാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ.